ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂബീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. 2 ചെറിയ തക്കാളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 6 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 5 കോഴിമുട്ടയാണ് പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ആവശ്യം ഇവിടെ 5 മുട്ടയുടെ ആവശ്യമുള്ളൂ. അതിനനുസരിച്ചാണ് ഞാനിവിടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ, പച്ചമുളക്, ജീരകം, ചെറിയ ഉള്ളി എന്നിവ കൂട്ടി അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാന് ചൂടായി അതിലേക്ക് ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക് എന്നിവ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുള്ള നമ്മുടെ കറിയിലേക്ക് നമുക്ക് നമ്മുടെ കോഴിമുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വറവിനായി ആവശ്യത്തിനായിട്ട് നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഒന്ന് വാട്ടാനായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെന്ത് വന്നിട്ടുള്ള നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഈ വറവൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.